ഒരുപാട് ട്വിസ്റ്റുകളും സസ്പെൻസും ഉള്ള സിനിമകളൊക്കെ കണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു പരിധിവരെ മനസ്സിലായിട്ടുണ്ടാവും അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്നാൽ യാതൊരു രീതിയിലും നിങ്ങളെ കൊണ്ട് ഗസ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റോറി. അതെന്താണെന്നറിയോ നിങ്ങൾക്ക് ഒരു കാരണവശാലും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നത്. കാരണം നമ്മളിവിടെ തേടുന്നത് ഒരു കൊലയാളിയല്ല. ഈ കഥയുടെ അവസാനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. കഥയെക്കുറിച്ച് വളരെ ചുരുക്കിയെന്ന് പറയുകയാണെങ്കിൽ, ഒരു പെൺകുട്ടി കുത്തേറ്റ അവളുടെ ചേച്ചിയുമായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് വേഗത്തിൽ വരികയാണ്. പിന്നീട് പോലീസ് വന്നു, ചോദ്യം ചെയ്തു. ഈ പെൺകുട്ടി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്, പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങളാണ് പറയുന്നത്. ആ പെൺകുട്ടിയുടെ പിന്നിലും അതുപോലെ തന്നെ അവൾ ഓടിച്ചു കൊണ്ടുവന്ന ആ വെള്ള കാറിന്റെ പിന്നിലും ഒരുപാട് ദുരൂഹതയും മിസ്റ്ററിയൊക്കെ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു കിടിലൻ ത്രില്ലറാണ്, 100% ഞാൻ ഉറപ്പിച്ചു പറയാം. അപ്പൊ നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് മഞ്ഞ് മൂടിയ ഒരു പ്രദേശമാണ്. ഈ തണുത്ത കാലാവസ്ഥയിൽ അതിവേഗത്തിൽ ആ റോഡിലൂടെ ഒരു വെള്ള കാർ പാഞ്ഞു പോവാണ്. അത് നേരെ ചെന്ന് നിൽക്കുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ മുന്നിലാണ്. പെട്ടെന്ന് തന്നെ ആ കാറിൽ നിന്നും ഒരു പെൺകുട്ടി പുറത്തേക്ക് ചാടി ഇറങ്ങുകയാണ്. അവളുടെ പേര് ടോക്കിയോ എന്നാണ്. മാത്രമല്ല അവളുടെ ദേഹത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് മുറിവുകളായിട്ടുണ്ട്. ഇപ്പൊ അവിടെ വന്നിറങ്ങിയ ടോക്കിയോ ഭയങ്കരമായിട്ട് ഒച്ച വെക്കുകയാണ്, ആരെങ്കിലും ഓടി വരണേ, എന്റെ ചേച്ചി ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് സ്ട്രെച്ചറുമായിട്ട് നഴ്സും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഹെൽപ്പിനായിട്ട് എത്തുന്നുണ്ട്. വന്ന് നോക്കുമ്പോൾ അവളുടെ ചേച്ചി ആ സ്ത്രീയെ ആരോ കത്തി വെച്ച് വയറ്റിന് കുത്തിയിട്ടുണ്ട്. കുറച്ച് സീരിയസ് ആണ്. വേഗം തന്നെ അവളെ ഇപ്പൊ അവിടുന്ന് ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. ഇതേ നേരം തന്നെ ഈ ഒരു വിവരം അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ പോലീസിനെ ഹോസ്പിറ്റലുകാരെ അറിയിക്കുന്നുണ്ട്. അതൊരു ലേഡി ഇൻസ്പെക്ടർ ആയിരുന്നു. അവരുടെ പേര് ഇൻസ്പെക്ടർ ഹയു. അതുപോലെ തന്നെ അവരുടെ കൂടെ ഒരു കോൺസ്റ്റബിളും ഉണ്ട്. ഇപ്പോഴെല്ലാ വിവരങ്ങളും ഇവർക്ക് കിട്ടിയ സമയത്ത് കോൺസ്റ്റബിൾ ചോദിക്കുകയാണ്, മേഡം ഇതെങ്ങാനൊരു ഫാമിലി വഴക്കായിരിക്കോ? അതായത് ഇപ്പൊ കൊണ്ടുവന്ന ആ ഒരു ചേച്ചി ആ പെണ്ണിന് വയറ്റിൽ കുത്തേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ 2 കൈകളും അടിച്ചൊടിച്ച രീതിയിലാണ്. പിന്നെ അവളുടെ കൂടെ വന്നു എന്ന് പറയുന്ന അവളുടെ അനിയത്തിയായിട്ടുള്ള ടോക്കിയോ, അവൾക്കും ഒരുപാട് ദേഹത്ത് പരിക്കുകളുണ്ട്. ഇപ്പൊ ഇൻസ്പെക്ടർ ഹയു പറയാണ്, എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് ചെന്ന് നോക്കാം, ബാക്കി അതിനുശേഷം. ഇതേ നേരം ടോക്കിയോ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ ചേച്ചിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ റൂമിന്റെ പുറത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ടെൻഷനിലാണ്. ചേച്ചിക്ക് എന്തായി എന്നറിഞ്ഞിട്ട് മതി അവളുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്. ഒരുമാതിരി ഒരു കളിയാണ് കേട്ടോ. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് എത്തിയ ഇൻസ്പെക്ടർ ഹയു പറയാണ്, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, നിന്റെ ദേഹത്തും ഒരുപാട് പരിക്കുകളില്ലേ, ആദ്യം ട്രീറ്റ്മെന്റ് എടുക്ക്, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാന്ന് പറയണം. മാത്രമല്ല ഇപ്പൊ ഇൻസ്പെക്ടർ ഹയു അവളെ സമാധാനിപ്പിച്ചതുകൊണ്ട് തന്നെ അവൾ ട്രീറ്റ്മെന്റിന് സമ്മതിച്ചു. അങ്ങനെ ടോക്കിയോയ്ക്കും ട്രീറ്റ്മെന്റ് കൊടുക്കണം. എന്നാൽ കാര്യമായിട്ടുള്ള വലിയ പരിക്കൊന്നും അവളുടെ ദേഹത്ത് ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ ഒരു ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ഹയു വന്നിട്ട് ചോദിക്കുകയാണ്, നീ ഓക്കെ അല്ലേ? ഇനി ഞാൻ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങിക്കോട്ടെ. നീ ആരാണ്? നിന്റെ പേരെന്താണ്? എവിടുന്നാണ് വരുന്നത്? നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ഇപ്പൊ ടോക്കിയോ കാര്യങ്ങളൊക്കെ പറയാണ്. എന്റെ പേര് ടോക്കിയോ എന്നാണ്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ ചേച്ചി ഐറയാണ്. ഇതിനുശേഷം ഇൻസ്പെക്ടർ ഹയു ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ എവിടെയാ ഉള്ളത്? ആ സമയത്ത് ടോക്കിയോ പറയാണ്, അവരിപ്പോ ജീവനോടെ ഇല്ല, കഴിഞ്ഞ വർഷം ഒരു അപകടത്തിൽ മരിച്ചുപോയി. ഓ അത് ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? കുറച്ചു നേരം ടോക്കിയോ ഒന്നിങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കിളി പോയ അവസ്ഥയാണ് ഈ പെണ്ണിന്. എന്തായാലും കുറച്ചു നേരം ഒന്ന് ആലോചിച്ചതിന് ശേഷം ടോക്കിയോ പറയണ, അത് പിന്നെ ഞങ്ങൾ 2 പേരല്ലാതെ മൂന്നാമതൊരാൾ കൂടെ ഉണ്ടായിരുന്നു. മൂന്നാമതൊരാളോ? അതാരാണ്? ഈ സമയത്ത് ടോക്കിയോ പറയണ, അത് പിന്നെ എന്റെ ചേച്ചിയുടെ ബോയ് ഫ്രണ്ട് ആണ്, ജാക്സൺ. പിന്നീട് ഇപ്പൊ ടോക്കിയോ അവിടെ നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇതിലെ പേരുകളൊക്കെ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പേരാണ്. അതുകൊണ്ട് നല്ല കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ കഥാപാത്രങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ടോക്കിയോ അവളുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ പറയാണ്. അതായത് ഒരിത്തിരി ദിവസം മുന്നേ അവളുടെ ചേച്ചിയായിട്ടുള്ള ഐറ ഒരാളെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് വന്നു. അവന്റെ പേര് ജാക്സൺ എന്നാണ്. അപ്പൊ അതാരാണെന്ന് ചോദിച്ചപ്പോൾ ഐറ പറഞ്ഞു, ഇതെന്റെ ബോയ് ഫ്രണ്ടാ. പക്ഷെ അവന്റെ ആ ഒരു ആദ്യത്തെ ആ ഒരു ലുക്ക് കണ്ടപ്പോ തന്നെ ടോക്കിയോയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി, ഒരു വല്ലാത്തൊരു ഞരമ്പൻ സ്വഭാവം പോലെ. എന്തായാലും അവര് വീട്ടിന്റെ ഉള്ളിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. ഇപ്പൊ കഴിക്കാനായിട്ട് കുറച്ച് നൂഡിൽസും കാര്യങ്ങളൊക്കെ ടോക്കിയോ കൊടുക്കുകയാണ്. എന്നാൽ അത് കണ്ടപാടിന് ദേഷ്യം വന്ന ജാക്സൺ പറയുന്നത്, ഇത് എന്തോന്നാ ഇത്? ഒരാൾ വീട്ടിലേക്ക് ആദ്യമായിട്ട് വരുമ്പോ തരുന്ന ഭക്ഷണമാണിത്, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അയാള് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യാണ്. പിന്നീട് പാത്രമെല്ലാം കഴുകി വെക്കാനായിട്ട് അടുക്കളയിലേക്ക് ചെന്ന സമയത്ത് ചേച്ചിയായിട്ടുള്ള ഐറയോട് നമ്മുടെ ടോക്കിയോ ഒരു കാര്യം ചോദിച്ചു, അല്ല ചേച്ചി ഇതെന്താണിത്? ഇയാൾ എവിടുന്നാ നിങ്ങളെ കണ്ടുമുട്ടിയത്? ചേച്ചി എന്താണ് ഇയാളുടെ കൂടെ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചോ? ഇപ്പൊ ഐറ പറയാണ്, എടി നീ വിചാരിക്കുന്നത് പോലെയൊന്നല്ല, ജാക്സൺ ആളൊരു പാവാണ്. ഇതേ സമയത്ത് തന്നെ ജാക്സൺ അവന്റെ റൂമിൽ നിന്ന് ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, ആരവിടെ വർത്താനം പറയുന്നത്? ഒന്ന് മിണ്ടാതിരിക്കുവോ? ടോക്കിയോ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ രാത്രിയായി. ഉറങ്ങുന്ന സമയത്ത് ടോക്കിയോ എന്തോ ഒരു ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോൾ ഈ ജാക്സൺ ഉണ്ടല്ലോ ഐറയെ ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. അടിയെന്ന് പറഞ്ഞാൽ റൂമിൽ അടിച്ചു തുടങ്ങി വീടിന്റെ പുറത്തേക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ട്. അയാൾ എന്തൊക്കെയോ പറയണം, നിനക്ക് നിന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഭയങ്കര അഹങ്കാരായില്ലേ, എന്നോട് തട്ടി കയറാൻ തുടങ്ങിയല്ലേ, ഇതും പറഞ്ഞ് എന്തൊക്കെയോ അവളോട് പറയുന്നുണ്ട്. ചേച്ചിയെ തല്ലുന്നത് നോക്കി നിൽക്കാൻ ടോക്കിയോക്ക് പറ്റൂ. അവള് മോടി വന്നിട്ട് ഈ ജാക്സനെ തടുക്കാൻ നോക്കുകയാണ്. ഇപ്പൊ ടോക്കിയും പിടിച്ചടിക്കുകയാണ് ഈ ജാക്സൺ. എന്നാൽ ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ ഐറ എന്താക്കി, അവനെ പിടിച്ചു വെക്കാൻ നോക്കുകയാണ്. എന്നാൽ ജാക്സൺ ഐറയുടെ 2 കൈയും അടിച്ചൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പോയിട്ട് ടോക്കിയെ തല്ലുകയാണ്. അനിയത്തിയെ തല്ലുന്നത് കണ്ടു നിൽക്കാൻ പറ്റാതെ ഐറ എന്ത് ചെയ്തു, ഒരു കല്ലെടുത്ത് ഇവന്റെ തലക്കിട്ട് ഒരൊറ്റ അടി കൊടുത്തു. ഇതിനിടയിൽ
ജാക്സൺ ആണെങ്കിൽ ഒരു കത്തിയെടുത്ത് ഐറയുടെ വയറ്റിനിട്ട് ഒരു കുത്തും കുത്തി. അയാൾ പിന്നീട് അവിടെ ബോധം കെട്ട് വീണു. ഇതേ സമയം തന്നെ ടോക്കിയോ ഐറയും വണ്ടിയിൽ കയറ്റിയിട്ട് വേഗം തന്നെ ആശുപത്രിയിലേക്ക് വന്നു. ഇതാണ് സംഭവിച്ചതെന്ന് ടോക്കിയോ ഇപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ ഹയോനോട് പറയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഹയോ ഒരു കാര്യം ചോദിക്കുകയാണ്, അല്ല നീയല്ല പറഞ്ഞത് ജാക്സൺ നിന്റെ ചേച്ചി ഐറയുടെ 2 കൈയും അടിച്ചൊടിച്ചു എന്ന്, പിന്നെ എങ്ങനെയാണ് അവർ കല്ലെടുത്ത് ഇവന്റെ തലക്കിട്ടടിച്ചത്? അതുപോലെ തന്നെ നീ വരുന്ന വഴിക്ക് കാർ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടായിരുന്നു? അതിന്റെ ചില ഭാഗങ്ങളൊക്കെ ചളുങ്ങി കിടക്കുന്നതായിട്ട് കണ്ടു. ഈ സമയത്ത് ടോക്കിയോ ഇങ്ങനെ ആലോചിക്കുകയാണ്, അത് പിന്നെ മേഡം എനിക്ക് കുറെ ഒന്നും ഓർമ്മ വരുന്നില്ല. അവളിങ്ങനെ തല പൊകഞ്ഞോണ്ടിരിക്കുമ്പോ ഇപ്പൊ മേഡം ഹയോ പറയാണ്, ഓ ഒന്നും പറയണ്ട, കുറച്ചേരം റെസ്റ്റ് എടുക്ക്. എന്നാൽ ഇതേ നേരം തന്നെ ഇൻസ്പെക്ടർ ഹയോ മറ്റൊരു കാര്യം കാണുകയാണ്. ഈ ടോക്കിയോയുടെ കയ്യിൽ ഒരുപാട് തവണ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതിന്റെ ചില ലക്ഷണങ്ങൾ, മാർക്കുകൾ. ടോക്കിയോ ഇപ്പോ ഹയോനോട് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെന്ന് കോൺസ്റ്റബിളിനോട് പറയുമ്പോൾ കോൺസ്റ്റബിൾ ആകെ ഞെട്ടിപ്പോണ്. മേഡം എന്തൊക്കെ ഈ പറയുന്നേ? ഒരു കാര്യം അറിയോ, ഇപ്പൊ ടോക്കിയോ അവളുടെ ചേച്ചിയാണെന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഐറ അത് അവളുടെ ചേച്ചിയൊന്നുമല്ല. ശരിക്കും അവളുടെ ചേച്ചിയുടെ ഫോട്ടോ ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഒരു വർഷങ്ങൾക്ക് മുന്നേ ടോക്കിയോയുടെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ മരിച്ചുപോയി. പക്ഷെ അതിനുശേഷം അവളുടെ മാനസിക നില ആകെ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. പല തവണ സ്വയം മരിക്കാനായിട്ട് അവൾ ശ്രമിച്ചിട്ടുണ്ട്. ഇതേ ഹോസ്പിറ്റലിൽ തന്നെ നേഴ്സായിരുന്നു അവളുടെ ചേച്ചിയായിട്ടുള്ള ഐറ. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ടോക്കിയോയുടെ കൺട്രോൾ പോയി ഭയങ്കരമായിട്ട് ഭ്രാന്തമായിട്ട് ഇവിടുന്ന് ഭയങ്കരമായിട്ട് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഐറ തന്നെ അവളുടെ ആ ഒരു ജോലി റിസൈൻ ചെയ്ത് ടോക്കിയോ നോക്കാൻ വേണ്ടിയിട്ട് ടോക്കിയോ കൂട്ടി വീട്ടിലേക്ക് പോയതാണ്. അതായത് അവളുടെ ചേച്ചിയാണെന്ന് പറഞ്ഞ് ടോക്കിയോ കൊണ്ടുവന്നിരിക്കുന്ന ഐറ അത് ശരിക്കും ഐറയല്ല, മറ്റേതോ ഒരു പെൺകുട്ടിയാണ്. വേഗം തന്നെ ഇൻസ്പെക്ടർ ഹയോ പോയിട്ട് ടോക്കിയോയുടെ ശരിക്കുള്ള ചേച്ചിയുടെ ഫോട്ടോ കാണിച്ച് ഇതാരെന്ന് ചോദിക്കുമ്പോൾ ടോക്കിയോ പറയണ എന്റെ ചേച്ചി ഐറ. ഇതിനുശേഷം ഇപ്പൊ കൊണ്ടുവന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ ഫോട്ടോ കാണിച്ച് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇതും ഐറ തന്നെയല്ലേ എന്റെ ചേച്ചി. ഇത് കേട്ട സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടർ ഹയോനെ ഒരുമാതിരി ഭ്രാന്ത് പിടിക്കുകയാണ്. അതിനേക്കാൾ ഭ്രാന്ത് ടോക്കിയോയ്ക്കും പിടിക്കുന്നുണ്ട്. ഇതെന്ത് ഇവിടെ സംഭവിക്കുന്നത്? എനിക്ക് എന്തൊക്കെയോ മറവിയുണ്ട്, ഞാൻ പറയുന്നൊന്നും ശരിയാവുന്നില്ല അല്ലേ? ചിലപ്പോൾ എന്റെ ടാബ്ലറ്റ് അത് ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കണം. എന്തായാലും ഇവിടെ വെച്ച് നല്ല രീതിയിൽ പന്തികേട് തോന്നിയ ഇൻസ്പെക്ടർ ഹയോ വിചാരിക്കുകയാണ് എന്തായാലും ഇവള് പറഞ്ഞ ആ ഒരു അഡ്രസ്സിലേക്ക് ഒന്ന് പോയി നോക്കാന്ന്. അങ്ങനെ കോൺസ്റ്റബിളിനെയും കൂട്ടി ഹയോ നേരെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കോൺസ്റ്റബിൾ ഒരു കാര്യം പറയുന്നുണ്ട്, മേഡം ഞാൻ എന്റെ ഒരു സംശയം പറയട്ടെ. അതായത് ഈ പെണ്ണിന് തലക്ക് എന്തോ കാര്യമായിട്ടുള്ള അസുഖമുണ്ട്, നല്ല മറവിയുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് അവരെന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ടോക്കിയോ നോക്കാൻ വേണ്ടി അവളുടെ ചേച്ചി ഐറ അവളുടെ കൂടെ പോയെങ്കിലും പിന്നീട് അവളുടെ ആ ഒരു ഭ്രാന്തും ഓവറായിട്ടുള്ള പ്രശ്നങ്ങളും കാരണം ഐറ അവളെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ടോക്കിയോ ഒറ്റയ്ക്കായിരുന്നു. അതിനുശേഷം ഈ ടോക്കിയോയ്ക്ക് വല്ല കൂട്ടുകാരികളെയും കിട്ടിയിട്ടുണ്ട്. മിക്കവാറും അതായിരിക്കും ആ ഒരു പെൺകുട്ടി. ഒരു ദിവസം വേണമെങ്കിൽ ആ ഒരു പെൺകുട്ടി അവളുടെ കാമുകനുമായിട്ട് അവളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവണം. പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവണം. മിക്കവാറും അവളുടെ ഭ്രാന്ത് വെച്ച് അവൾ തന്നെയായിരിക്കും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അവൾ കൊണ്ടുവന്ന ഈ പെണ്ണുണ്ടല്ലോ ആ പെണ്ണിനെ കുത്തിയതും ഈ ടോക്കിയോ തന്നെ ആയിരിക്കണം. എന്നിട്ട് അവൾക്ക് തോന്നിയതുപോലെ ഒരു കഥ ഉണ്ടാക്കി നമ്മളോട് പറയുന്നതായിരിക്കുമോ? ഇപ്പൊ ഇൻസ്പെക്ടർ ഹയോ പറയണ നീ എന്തായാലും മിണ്ടാതിരിക്കും, നമുക്ക് എന്തായാലും അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ആ അഡ്രസ്സിലേക്ക് ഇവര് പോവാണ്. അതൊരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗ് ആയിരുന്നു. അവിടെ എത്തി അവിടുത്തെ വാച്ച്മാനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇൻസ്പെക്ടർ ഹയോ ഞെട്ടിപ്പോവാണ്. കാരണം എന്താണ് ടോക്കിയോ പറഞ്ഞത്? വീട്ടിന്റെ ഉള്ളിൽ നിന്നും അവളുടെ ചേച്ചി ഐറയെ ഈ ജാക്സൺ എന്ന് പറഞ്ഞ ആള് അടിച്ചടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു, കാറിന്റെ അവിടം വരെ കൊണ്ടുവന്നു, അവിടുന്ന് ഭയങ്കര അലമ്പൊക്കെ ഉണ്ടായിന്നല്ലേ. എന്നാൽ സെക്യൂരിറ്റി ഗാർഡ് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നീട് ടോക്കിയോയുടെ ഫോട്ടോ കാണിച്ച് ഈ പെൺകുട്ടി ഇവിടെയാണോ താമസിക്കുന്നതെന്ന് സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിച്ചപ്പോൾ ഇവളെനിക്കറിയില്ല എന്ന് പറയണം. ഇതിനുശേഷം ടോക്കിയോയുടെ ചേച്ചി ഐറ ഉണ്ടല്ലോ ഐറയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ഇവള് ഇവിടെ തന്നെയാ താമസം. അതായത് ടോക്കിയോ നോക്കാൻ കഴിയാതെ അവളുടെ ആ ഒരു ശല്യം കാരണം ഐറ അവളെ വിട്ടു പോയി എന്ന് പറഞ്ഞല്ലേ. എന്നിട്ട് ഐറ താമസിച്ചത് ഇവിടെയാണ്. ഈ സ്ഥലത്തിന്റെ അഡ്രസ് ആണ് ടോക്കിയോ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇൻസ്പെക്ടർ ഹയോ ഇപ്പോൾ ഐറയെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ കോള് കണക്ട് ആവുന്നില്ല. എത്ര വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല. ഇതേ നേരം ഹോസ്പിറ്റലിൽ നിന്നും ഒരു കോള് വന്നിട്ടുണ്ട്. അവര് പറയുന്നത് ഈ പെണ്ണ് ഇവിടെ വെച്ച് ഭയങ്കര അലമ്പാക്കിക്കൊണ്ടിരിക്കുകയെന്നാ. ഇപ്പൊ വേഗം തന്നെ കോൺസ്റ്റബിളും ഇൻസ്പെക്ടർ ഹയും കൂടെ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ടോക്കിയോ ആകെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് എന്റെ ചേച്ചിയെ കാണാം, എനിക്ക് ഉള്ളിലേക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം. ഇപ്പൊ വേഗം തന്നെ ഇൻസ്പെക്ടർ ഹയോ അവളെ പിടിച്ചു വെച്ചിട്ട് പറയണം, നീ കാര്യങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാക്ക്, ഇതിന്റെ ഉള്ളിലുള്ളത് നിന്റെ ചേച്ചിയല്ല, നീ ഒന്ന് വന്ന് കാറിൽ കയറുന്നു പറയണം. അവളെയും കൂട്ടി നേരെ ഇപ്പോൾ ഇൻസ്പെക്ടർ ഹയോ സ്റ്റേഷന്റെ അടുത്തേക്കുള്ള ഒരു ലോഡ്ജിലേക്കാണ് പോകുന്നത്. അതായത് ഇവൾക്ക് വിശ്രമം ആവശ്യമാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഹയോ ഇപ്പൊ ടോക്കിയോട് ചോദിക്കുകയാണ്, അല്ല നിന്റെ വീട് ശരിക്കും എവിടെയാണ്? നീ തന്ന അഡ്രസ്സ് നിന്റെ ചേച്ചിയുടെ വീടായിരുന്നു. ഇപ്പൊ ടോക്കിയോ വീണ്ടും തല ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തോ ആലോചിക്കുകയാണ്. അത് പിന്നെ മേഡം അതൊരു മലയുടെ താഴ്വാരോ അങ്ങനെ എന്തോ ആണ്. ഈ പെണ്ണിന്റെ വായെന്ന് മര്യാദക്കൊന്നും കിട്ടില്ല എന്ന് ഇപ്പൊ ഇൻസ്പെക്ടർ ഹയുവിന് മനസ്സിലായി. എന്തായാലും ഇവൾക്ക് റെസ്റ്റ് വേണമല്ലോ, അതുകൊണ്ട് തൽക്കാലം ഈ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു ലോഡ്ജിലേക്ക് അവൾ ആക്കി കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ ആ സ്റ്റേഷന്റെ പരിസരത്ത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളെ ഇൻസ്പെക്ടർ ഹയു കാണുന്നുണ്ട്. ആളുടെ കയ്യിൽ മദ്യത്തിന്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു. അതും കുടിച്ച് പോകുന്ന വഴിയിലുള്ള ആൾക്കാരൊക്കെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക്
ലോഡ്ജിലേക്ക് വന്ന നമ്മുടെ ലേഡി പോലീസ് ഉണ്ടല്ലോ, ഇൻസ്പെക്ടർ ഹയോ, അവരെയും ചീത്ത പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും വലിയ കാര്യമാക്കാതെ ഹയോ ഇപ്പോ ടോക്കിയോയും കൂട്ടിയിട്ട് ലോഡ്ജിലേക്ക് പോയിട്ട് നീ തൽക്കാലം ഇവിടെ വിശ്രമിക്കുന്ന പറയാണ്. അതുപോലെ തന്നെ അവളുടെ കാറിന്റെ ചാവി ഇപ്പൊ ടോക്കിയോക്ക് കൊടുത്തിട്ട് പറയാണ് നീ എന്തായാലും ചാവി കയ്യിൽ വെച്ചോ എന്ന് പറയണം. അപ്പൊ ടോക്കിയോ മറ്റൊരു കാര്യം പറയണം, ഇതെന്തിനാ ഈ ചാവി ഞാൻ കയ്യിൽ വെക്കുന്നത്, ഇതെന്റെ കാറിന്റെ ചാവിയൊന്നുമല്ല. നിന്റെ കാറല്ലേ അപ്പോ? അതെന്റെ കാറൊന്നും അല്ല എന്ന് പറയാണ്. അപ്പൊ പിന്നെ ഇത് ആരുടെ കാറാണ്? ടോക്കിയോ പറയണ എനിക്കറിയില്ല. ആകെ വട്ടുപിടിച്ച ഇൻസ്പെക്ടർ ഹയോ നേരെ കാറിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിന്റെ മുൻഭാഗത്ത് നന്നായിട്ട് ചെളുക്ക് വന്നിട്ടുണ്ട്. മിക്കവാറും ഒരു മരത്തിന് പോയി കുത്തിയതായിരിക്കണം ഇത്. അതുപോലെ തന്നെ കാറിന്റെ ബാക്ക് സീറ്റിൽ ടയർ പഞ്ചറായാൽ അത് റിപ്പയർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മുൻഭാഗത്തെ സീറ്റിൽ ചോരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ടോക്കിയോ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നില്ലേ, എന്തായാലും അത് അവളുടെ ചേച്ചിയല്ല, ആ പെൺകുട്ടിയുടെ രക്തമാണത്. മാത്രമല്ല കാറിന്റെ ഡാഷ്ബോർഡിലായിട്ട് ഒരു മാപ്പും ഉണ്ട്. ആ മാപ്പിൽ ഒരു പ്രത്യേക ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാർ ഇത് ആരുടേതാണെന്ന് ഇപ്പോഴും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാറിന്റെ നമ്പർ പ്ലേറ്റ് വെച്ച് കോൺസ്റ്റബിളിനോട് ഇതിന്റെ ഓണറെ തപ്പി പിടിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ നമ്മുടെ കോൺസ്റ്റബിൾ ആ നമ്പർ വെച്ച് അഡ്രസ്സ് തപ്പിയെടുത്തപ്പോൾ ഈ കാറിന്റെ ഓണർ എന്ന് പറയുന്നത് ജാക്സൺ എന്ന പേരുള്ള ആള് തന്നെയാണ്. ഈ ജാക്സന്റെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ കേസുകൾ ഉണ്ടോ എന്ന് നമ്മുടെ ഹയോ പരിശോധിക്കാൻ പറയുമ്പോൾ കോൺസ്റ്റബിൾ അതും പരിശോധിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം ഇവർ കണ്ടുപിടിച്ചു. കൃത്യം ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ ഇസുവാൻ എന്നൊരു പെൺകുട്ടിയെ ഈ ജാക്സൺ തട്ടിക്കൊണ്ടുപോയി 2 ദിവസം വെച്ച് പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പെൺകുട്ടി മരിക്കുന്നതിന് മുന്നേ തന്നെ പോലീസുകാർ വന്ന് ഇസുവാനെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ജാക്സനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ടോക്കിയോ പറഞ്ഞ ഈ ആള് ജാക്സൺ ഒരു പക്കാ ക്രിമിനലാണ്. പക്ഷേ 1 മാസം മുന്നേ അവൻ റിലീസ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഹയോ ചോദിക്കുകയാണ്, അല്ല ഈ ജാക്സൺ തട്ടിക്കൊണ്ടുപോയ ആ ഒരു പെൺകുട്ടി തന്നെയാണോ ഇപ്പൊ ഹോസ്പിറ്റലിലുള്ളത്? ഇപ്പൊ കോൺസ്റ്റബിൾ പറയണ അല്ല, ആ പെൺകുട്ടിയും ഇവൻ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയും രണ്ടും രണ്ടാണ്. അതുപോലെ തന്നെ ഈ വെള്ള കാർ ഉണ്ടല്ലോ, ഇതിന്റെ ഒരു ഡിക്കി തുറന്നു നോക്കിയ സമയത്ത് ഈ വായെല്ലാം ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടേപ്പ്, ആളെ കരണ്ട് അടിച്ച് എന്താ പറയാ ടോർച്ചർ ചെയ്യുന്ന ഒരു ഷോക്കിംഗ് ഡിവൈസ്, ഇതെല്ലാം അതിന്റെ ഡിക്കിയിലുണ്ടായിരുന്നു. അപ്പൊ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇൻസ്പെക്ടർ ഹയോന് മനസ്സിലായി. അതായത് ഒരു കിഡ്നാപ്പിംഗ് നടന്നിട്ടുണ്ട്, അഴിക്കും തോറും കെട്ട് മുറുകുന്ന ഒരു കേസാണ് ഇത് എന്ന് ഇൻസ്പെക്ടർ ഹയോന് മനസ്സിലായി. എന്തായാലും ഇൻസ്പെക്ടർ ഹയോ ഇപ്പോൾ കോൺസ്റ്റബിളിനെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് പോവാണ്. അതായത് കാറിന്റെ ഡാഷ്ബോർഡിൽ നിന്നും ഒരു മാപ്പ് കിട്ടിയില്ലേ, ആ മാപ്പിൽ ഒരു സ്ഥലം അടയാളപ്പെടുത്തിയിരുന്നല്ലോ, ആ സ്ഥലത്തേക്കാണ് ഇവർ രണ്ടുപേരും പോകുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇൻസ്പെക്ടർ ഹയോ അവര് മനസ്സിലാക്കിയ ഒരു കാര്യം ഇപ്പൊ നമ്മുടെ കോൺസ്റ്റബിളിനോട് പറയാണ്. അതായത് ഈ ജാക്സൺ ഓൾറെഡി ഒരു പക്ക ക്രിമിനലാണ്. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഒരു ശീലം അവനുണ്ട്. മിക്കവാറും അവൻ തട്ടിക്കൊണ്ടുവന്ന ഒരു പെണ്ണായിരിക്കണം ഇപ്പൊ ഹോസ്പിറ്റലിലുള്ളത്. അതാരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. തൽക്കാലം നമുക്ക് അവളെ സ്ട്രേഞ്ചർ ഗേൾ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രേഞ്ചർ ഗേളിനെ ജാക്സൺ തട്ടിക്കൊണ്ടുപോയി പോകുന്ന വഴിയിൽ അവന്റെ കാർ ആക്സിഡന്റ് ആയി, അതുപോലെ തന്നെ ടയറും പഞ്ചറായിട്ടുണ്ട്. മിക്കവാറും അതൊരു മലയോര പ്രദേശമാകാനാണ് സാധ്യത. കാരണം എന്താണെന്നറിയോ, ടോക്കിയോ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ വീട് ഒരു മലയുടെ താഴ്വാരത്തിലാണെന്നൊക്കെയാ. അപ്പൊ മിക്കവാറും അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചായിരിക്കണം ഈ ജാക്സന്റെ കാർ ആക്സിഡന്റ് ആയിട്ടുണ്ടാവുക. മാത്രമല്ല ഇവൻ ഒറ്റയ്ക്ക് പോയി ഒരു വീട്ടിൽ കയറിയിട്ട് സഹായം ചോദിച്ചാൽ സഹായം കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ തട്ടിക്കൊണ്ടുവന്ന ഈ പെൺകുട്ടി ഉണ്ടല്ലോ, ഈ സ്ട്രേഞ്ചർ ഗേൾ, അവളെയും കൂട്ടിക്കൊണ്ടുപോയി സഹായം ചോദിച്ചിട്ടുണ്ടാവണം. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വീട് അത് നമ്മുടെ ടോക്കിയോയുടെ വീടാണ്. തട്ടിക്കൊണ്ടുവന്ന ആ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കണം ജാക്സൺ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക. ഒരു കഥയും ബോധവും ഇല്ലാത്ത, ഓർമ്മയില്ലാത്ത ടോക്കിയോ വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പൊ വന്നത് അവളുടെ ചേച്ചിയും അതുപോലെ തന്നെ കൂടെ വന്നത് ചേച്ചിയുടെ കാമുകനായിരിക്കുമെന്ന്. പിന്നീട് അവൾ പറഞ്ഞതുപോലെ ഓരോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. ഇതാണ് എന്റെ ഒരു അസംഷൻ. അങ്ങനെ അധികം വൈകാതെ ഇപ്പൊ ആ ഒരു മാപ്പിൽ അടയാളപ്പെടുത്തിയ ആ ഒരു സ്ഥലത്തേക്ക് ഇവരെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു പഴയ വീടായിരുന്നു അത്. അങ്ങനെ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് അവർ കയറുകയാണ്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഭയങ്കര നാറ്റവും ആകെ വൃത്തികേടായി കിടക്കുന്ന ഒരു വീടും. അതുപോലെ തന്നെ ആ വീട്ടിൽ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഈ പുസ്തകങ്ങൾ ഇതെല്ലാം എഴുതിയത് ടോക്കിയോ ആണ്. കാരണം അവളൊരു റൈറ്റർ ആയിരുന്നു, എഴുത്തുകാരിയാണ്. എന്തായാലും ഇവിടെ വെച്ച് ഇൻസ്പെക്ടർ ഹയോ മറ്റൊരു കാര്യം കൂടെ ഊഹിച്ചെടുക്കുകയാണ്. അതായത് അന്ന് സഹായം ചോദിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്ന സ്ട്രേഞ്ച് ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടി, അതുപോലെ തന്നെ ജാക്സൺ, ഇവരെ കണ്ട സമയത്ത് ടോക്കിയോ വിചാരിച്ചിട്ടുണ്ടാവും ഈ വന്നിരിക്കുന്നത് അവളുടെ ചേച്ചിയാണെന്ന് കരുതിയിട്ട് അവൾ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി. പിന്നീട് അവൾ പറഞ്ഞതുപോലെ തന്നെ രാത്രി ഓരോ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടാവണം. എന്നാൽ അവൾ പറഞ്ഞ കഥ വെച്ച് അവളുടെ ചേച്ചി ഈ ജാക്സന്റെ തലക്കിട്ട് അടിച്ചിട്ടുണ്ട്. അവനാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുമില്ല. അവന്റെ കാറാണ് ഇവർ ഉപയോഗിച്ചതും. നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് അരിച്ചു പരിശോധിക്കാന്ന് പറഞ്ഞിട്ട് ആ വീടിന്റെ ചുറ്റുഭാഗവും ഇവർ നോക്കുമ്പോൾ ഒരു കാര്യം കണ്ട് ഞെട്ടുകയാണ്. അതായത് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ജാക്സന്റെ മൃതദേഹമാണ്. എന്തോ ഒരു പന്തികേട് തോന്നിയ ഇൻസ്പെക്ടർ ഹയോ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഇവർ രണ്ടുപേരും വേഗം തന്നെ ടോക്കിയോക്ക് വിശ്രമിക്കാനായിട്ട് സ്റ്റേഷന്റെ അടുത്തൊരു കോട്ടേജ് ഉണ്ടായിരുന്നില്ലേ, അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ടോക്കിയോ ഉണ്ടായിരുന്നില്ല. അവള് മിസ്സിംഗ് ആണ്. മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ അവൾ മുങ്ങിയതൊന്നുമല്ല കേട്ടോ. അവൾ നേരെ പോയത് ആശുപത്രിയിലേക്കാണ്. ബോധമില്ലാതെ കിടക്കുന്ന അവളുടെ ചേച്ചിയാണെന്ന് പറഞ്ഞ് അവൾ കൊണ്ടുവന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളുടെ അടുത്ത് വന്നിട്ട് നീ എഴുന്നേൽക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പെൺകുട്ടിയുടെ അവസ്ഥയാണെങ്കിലോ കുറച്ച് സീരിയസ് ആണ്. ഇതേ നേരത്ത് അങ്ങോട്ടേക്ക് ഇൻസ്പെക്ടർ ഹയോ വന്നിട്ട് പറയുന്നത്, ടോക്കിയോ നിന്റെ നാടകമല്ല ഇവിടെ നിർത്തിക്കുമെന്ന് പറയണം. മേഡം നിങ്ങൾ എന്ത് പറയുന്നത്, എന്ത് നാടകമാണെന്നാ ഇപ്പൊ ഹയോ പറയണ്. ഒരുത്തനെ അവിടെ തല്ലി കൊന്നിട്ട് ഇവിടെ വന്ന് അഭിനയിക്കുമ്പോ ഞാൻ പിന്നെ എന്താ പറയണ്ടേ? നീയല്ല പറഞ്ഞത് ഈ പെണ്ണിന്റെ 2 കൈയും ആ ഒരു ജാക്സനെ അടിച്ചൊടിച്ചു എന്ന്. പിന്നെ എങ്ങനെയാണ് ഒരു കല്ലെടുത്ത് അവന്റെ തലയ്ക്ക് ഇവൾക്ക് അടിക്കാൻ കഴിയാ?
പറയാ, അപ്പൊ അവന്റെ തലക്കടിച്ചത് നീ തന്നെയല്ലേ? അതുപോലെ അവനെ ഒറ്റയടിക്കൊന്നുമല്ല കൊന്നിരിക്കുന്നത്, അവന്റെ വായിൽ ടേപ്പ് വെച്ച് കെട്ടിയതിന്റെ പാടുകളുണ്ട്, ദേഹം നിറയെ ക്രൂരമായിട്ട് മർദ്ദിച്ചതിന്റെ പാടുകളുണ്ട്. അതുകൊണ്ട് വ്യക്തമായ പ്ലാനോട് കൂടിയിട്ട് അവനെ കൊന്നത് നീ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് അവനെ കൊന്നതിന്റെ പേരിൽ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ ഹയോ അവളെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാണ്. എന്നാൽ അവളെ കൊണ്ടുപോകുന്ന സമയത്ത് ടോക്കിയോ ഒച്ചയും ബഹളം ഉണ്ടാക്കുകയാണ്. ചേച്ചി ഒന്ന് എഴുന്നേൽക്ക്, എല്ലാം ഇവരോട് പറ ചേച്ചി, ഒന്ന് എഴുന്നേൽക്കെന്ന് പറയാണ്. ഇപ്പൊ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഈ പെൺകുട്ടി ഉണ്ടല്ലോ, അവള് പെട്ടെന്ന് തന്നെ കണ്ണു തുറക്കുകയാണ്, പതിയെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേഗം തന്നെ ഡോക്ടറും നേഴ്സും അങ്ങോട്ടേക്ക് വന്നു. ഇപ്പൊ ആ ഒരു പെൺകുട്ടി പറയാണ്, പെട്ടെന്ന് തന്നെ പോലീസുകാർ ഇങ്ങോട്ടേക്ക് വിളിക്കണം, എനിക്ക് ചില കാര്യങ്ങൾ അവരോട് പറയാണ്ടെന്ന് പറയണം. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടർ ഹയോ നമ്മുടെ കോൺസ്റ്റബിളും വേഗം അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് സ്ട്രേഞ്ച് ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടിയോട് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പെൺകുട്ടി പറയാണ്, എന്റെ പേര് ജെസ്സി എന്നാണ്. ഈ ജാക്സൺ എന്ന് പറഞ്ഞ ആ ഒരു കില്ലർ ഉണ്ടല്ലോ, അവരെന്നെ തട്ടിക്കൊണ്ടുപോയായിരുന്നു. എന്റെ വായെല്ലാം ടേപ്പ് വെച്ച് കെട്ടി അവന്റെ കാറിന്റെ ഡിക്കിയിൽ കൊണ്ടുപോയി. പെട്ടെന്ന് കാറിന്റെ ടയർ പൊട്ടിയതുപോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു. അപ്പൊ തന്നെ എന്റെ ബോധം വീണ്ടും പോയി. പിന്നീട് ഞാൻ കണ്ണു തുറന്ന സമയത്ത് ഒരു വീട്ടിന്റെ ഉള്ളിലായിരുന്നു. ഇനി മുതൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഈ പെൺകുട്ടി ജെസ്സി പറയുന്ന കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. അതായത് കണ്ണു തുറന്ന സമയത്ത് ജെസ്സി അവിടെ കണ്ടത് മറ്റാരെയല്ല, ടോക്കിയോയുടെ സഹോദരി ഐറയുണ്ടല്ലോ, അവളെയായിരുന്നു. ഐറയും അതുപോലെ തന്നെ ജാക്സണും രണ്ടുപേരും കാമുകന്മാരാണ്. ഇവര് രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ജെസ്സിയെ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ജെസ്സിക്ക് അതറിയില്ല. അതുപോലെ തന്നെ ജെസ്സി കണ്ണു തുറന്ന സമയത്ത് ഈ ഐറയും അതുപോലെ തന്നെ ജാക്സണും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംസാരവും തർക്കമായിരുന്നു. അവർ രണ്ടുപേരും അത്ര നല്ല ടൈമിലായിരുന്നില്ല. വണ്ടി വേഗം നന്നാക്കണം, നീ വെറുതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ നന്നായിട്ട് വഴക്കിടുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ഞാൻ പതിയെ രക്ഷപ്പെട്ടു പോകാൻ നോക്കിയപ്പോൾ ഐറ അത് കണ്ടു. അവള് വേഗം എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെയുള്ള സമയത്ത് നീ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് നീ എന്തൊക്കെ ചെയ്യടി? അതും പറഞ്ഞ് എന്റെ രണ്ട് കൈയും അവര് തല്ലി ഒടിച്ചു. എന്റെ കൈ തല്ലി ഒടിച്ചത് ടോക്കിയോയുടെ ചേച്ചി ഐറയാണെന്നാണ് ഈ ജെസ്സി പറയുന്നത്. എന്നിട്ട് നല്ല ടേപ്പ് ഉപയോഗിച്ച് ഇവളെ നന്നായിട്ട് കെട്ടിവെച്ചു. രാത്രിയായപ്പോൾ ഇവർ രണ്ടുപേരും, അതായത് ഐറയും ജാക്സണും കിടന്നുറങ്ങി. ഈ സമയത്ത് വീണ്ടും ആ ഒരു കെട്ടുകൾ അഴിച്ച ഞാൻ ഇവരുടെ കാറിന്റെ ചാവി തപ്പിയെടുക്കാൻ നോക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചു. ബാത്റൂമിൽ പൂട്ടിയിട്ട അവസ്ഥയിലുണ്ടായിരുന്ന ഈ ടോക്കിയോ പെട്ടെന്ന് ബാത്റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടിയിറങ്ങി. ഞാൻ ആകെ ഞെട്ടിപ്പോയി. എന്നാൽ ഇത് കേട്ടപാടിന് ഇൻസ്പെക്ടർ ഹയോ പറയാണ്, അല്ല നിന്നെ ആ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഏകദേശം ഒരു ദിവസം, അതായത് 24 മണിക്കൂർ കഴിഞ്ഞു എന്നല്ലേ നീ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ 24 മണിക്കൂറും ടോക്കിയോ ആ വീട്ടിന്റെ ബാത്റൂമിന്റെ ഉള്ളിലായിരുന്നു. അതേ എന്ന് തന്നെയാണ് ഇപ്പൊ ജെസ്സി പറയുന്നത്. എന്തായാലും ടോക്കിയോ പെട്ടെന്ന് കണ്ടപ്പോൾ ജെസ്സി ആകെ ഞെട്ടിപ്പോയി. അവള് പുറത്തേക്ക് ഇറങ്ങി ഓടി. ഇതേ സമയത്ത് തന്നെ ഈ ജെസ്സിയെ പിടിക്കാനായിട്ട് ജാക്സണും മൈറയും കൂടെ പുറത്തേക്ക് വന്നപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന നമ്മുടെ ടോക്കിയോയെ കാണുകയാണ്. അവളെ ബാത്റൂമിന്റെ ഉള്ളിൽ പൂട്ടിയിട്ടല്ലേ, പിന്നെ എങ്ങനെയാ അവള് പുറത്തേക്ക് വന്നത്? മിക്കവാറും ഇവള് തന്നെയായിരിക്കും ആ ഒരു ജെസ്സിയെ രക്ഷപ്പെടുത്താൻ സഹായിച്ചത് എന്നും പറഞ്ഞ് ഈ ജാക്സൺ ചെന്ന് ഇപ്പൊ ടോക്കിയോ ഉപദ്രവിക്കാൻ നോക്കുകയാണ്. എന്നാൽ ആ സമയത്ത് ഐറ പറയുന്നുണ്ട്, വെറുതെ എന്റെ അനിയത്തിയുടെ ദേഹത്ത് കൈവെക്കാൻ നിൽക്കണ്ട. എന്നാൽ അത് കേൾക്കാതെ പല തവണ ജാക്സൺ ഇപ്പൊ ടോക്കിയെ മർദ്ദിക്കുകയാണ്. എന്നാൽ ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ ഐറ എന്താക്കി, ഒരു കല്ലെടുത്ത് അവന്റെ തലക്ക് നോക്കി ഒരേറ്റ അടി കൊടുക്കുകയാണ്. ആ അടിയിലാണ് അവൻ നിലത്ത് വീണത്. ഇത് കണ്ട് പേടിച്ചു നിൽക്കുന്ന ടോക്കിയോട് ഐറ പറയണം, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ നിന്നെ കൊന്നേനെ. എന്തായാലും നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ആ ഒരു ജെസ്സിയെ തേടി കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഐറ അവളുടെ കാർ എടുത്ത് ഇവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്ന ജെസ്സി ഒരു കാര്യം കാണാണ്. അടികൊണ്ട് ബോധമില്ലാതെ നിലത്ത് കിടക്കുന്ന ഈ ജാക്സൺ ഉണ്ടല്ലോ, അവന്റെ കീശയിൽ തൂങ്ങിക്കിടക്കുന്ന അവന്റെ കാറിന്റെ ചാവി. അവൾ വേഗം തന്നെ ആ ചാവി എടുത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ജാക്സൺ പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ്. നിന്നെ അത്ര പെട്ടെന്നൊന്നും വിടില്ലടി എന്ന് പറഞ്ഞിട്ട് ഒരു കത്തി എടുത്ത് അവളുടെ വയറ്റിലേക്ക് 2-3 തവണ ഒരൊറ്റ കുത്താണ്. അപ്പോഴേക്കും ജാക്സൺ അവിടെ വീണ് പോയിട്ടുണ്ടായിരുന്നു. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ടോക്കിയോ വിചാരിക്കുകയാണ്, ഇപ്പൊ ഇവിടെ കുത്തേറ്റ് കിടക്കുന്ന ഈ ജെസ്സി അത് അവളുടെ ചേച്ചിയാണെന്ന്. അതായത് ടോക്കിയോയ്ക്ക് കുറച്ചു നേരം മുന്നേ നടന്ന കാര്യങ്ങൾ പോലും ഓർമ്മയുണ്ടാവില്ല. ഇപ്പൊ ചേച്ചിന്ന് വിളിച്ച് ജെസ്സിയുടെ അടുത്തേക്ക് ടോക്കിയോ ചെന്ന് അവളെ വേഗം തന്നെ ഈ ജാക്സന്റെ കാറിൽ കയറ്റിയിട്ട് ആ കാർ കൊണ്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് വന്നതാണ്. ഇതാണ് സംഭവിച്ചതെന്ന് ജെസ്സി പറയുന്നുണ്ട്. അതായത് ഇത്രയും നേരം നമ്മൾ വിചാരിച്ച ഒന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടർ ഹയോ ഒരു ചോദ്യം ചോദിക്കുകയാണ്, അല്ല അയാളുടെ തലയ്ക്ക് ഒരു കല്ല് വെച്ച് ഒരു തവണ അടിച്ചു എന്നല്ല പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അയാളുടെ ദേഹത്ത് പല സ്ഥലത്തും ഒരുപാട് മുറിവുകൾ ഉണ്ടായത്? അതുപോലെ തന്നെ അയാളുടെ വായ ആരാണ് ടേപ്പ് വെച്ച് ഒട്ടിച്ചത്? അങ്ങനെയാണെങ്കിൽ ഈ ടോക്കിയോയുടെ ചേച്ചി ഐറയുടെ ആ ഒരു അടി കൊണ്ടായിരിക്കില്ലല്ലോ ഇയാൾ മരിച്ചിട്ടുണ്ടാവുക. അപ്പോ അവനെ കൊന്നത് മറ്റാരുമാണ്? അതായത് ഇൻസ്പെക്ടർ ഹയോന് പൂർണ്ണമായിട്ടും ജെസ്സി പറഞ്ഞതും വിശ്വസിക്കാൻ കഴിയുന്നില്ല, ടോക്കിയോ പറഞ്ഞതും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെട്ട് അഴിക്കും തോറും ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. എന്നാൽ ഒരു ഉത്തരം പോലും മര്യാദക്ക് കിട്ടുന്നുമില്ല. ഇതിനുശേഷം ഇൻസ്പെക്ടർ ഹയോ നേരെ അവരുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. മുഖം വാഷ് ചെയ്യാനായിട്ട് വാഷ് ബേസിൽ വെള്ളം തുറന്നിട്ട് അതിലേക്ക് അവരുടെ മുഖം മുക്കി വെക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ ഇൻസ്പെക്ടർ ഹയോയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്.
കാണിക്കുന്നുണ്ട്. അതായത് കുറച്ചു മുന്നേ സ്റ്റേഷന്റെ മുൻഭാഗത്ത് വെച്ച് കള്ളു പിടിച്ച് അലമ്പുണ്ടാക്കുന്ന ഒരു വൃദ്ധനെ കാണിച്ചില്ലേ, അയാൾ ശരിക്കും ഇൻസ്പെക്ടർ ഹയോയുടെ അച്ഛനാണ്. ചെറിയ പ്രായത്തിൽ ഇതുപോലെ പല തവണ വെള്ളത്തിൽ മുക്കി ഹയോനെ അയാളെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്, പല രീതിയിലും ഉപദ്രവിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ തല മുക്കി വെച്ച സമയത്ത് ഹയോന് ഓർമ്മ വരികയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഓർമ്മ വരുന്നുണ്ട്. വേഗം തന്നെ ഇൻസ്പെക്ടർ ഹയോ റെഡിയായി നേരെ പോകുന്നത് നമ്മുടെ ടോക്കിയോ ഉണ്ടല്ലോ അവളുടെ വീട്ടിലേക്കാണ്. പോകുന്ന വഴിയിൽ നമ്മുടെ കോൺസ്റ്റബിളിനെ വിളിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ ടോക്കിയോയ്ക്ക് ഒട്ടും ഓർമ്മയും ബോധവും ഇല്ലെങ്കിൽ എങ്ങനെയാണ് അന്ന് രാത്രി ഇത്രയും കഠിനമായ ആ വഴിയിലൂടെ കറക്റ്റ് വഴി തെറ്റാതെ അവൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടാവുക? ചിലപ്പോ അവള് നമ്മളെ പറ്റിക്കുകയാണെങ്കിലോ? നീ എന്തായാലും പോയിട്ട് നൈസായിട്ട് ഒരു തഞ്ചത്തിലും താളത്തിലും അവളോടൊന്ന് സംസാരിച്ചു നോക്ക്, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാൽ അപ്പൊ തന്നെ എന്നെ വിളിക്കുന്നു പറയണം. അങ്ങനെ കോൺസ്റ്റബിൾ ചെന്ന് ഇപ്പൊ ടോക്കിയോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതായത് ടോക്കിയോ, ഒറ്റയ്ക്ക് ഈ പുസ്തകങ്ങളൊക്കെ നീ എഴുതാറാണോ പതിവ്? നിനക്ക് ആരെങ്കിലൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഇപ്പൊ ടോക്കിയോ പറയുന്നത്, ആ പുസ്തകങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് എഴുതാറ്, പക്ഷെ എന്റെ ചേച്ചി എന്നെ നന്നായിട്ട് സഹായിക്കും, എനിക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ മേടിച്ചു തരും, എന്നിട്ട് എന്നെ ഒരു റൂമിൽ പൂട്ടിയിടും, എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് തുറക്കും. അല്ല 1 മണിക്കൂറല്ല, 2 മണിക്കൂർ, രണ്ടും അല്ല, കുറേ നേരം കഴിഞ്ഞിട്ട് എന്റെ ചേച്ചി റൂം തുറക്കുക. ഇതേ നേരം ഇൻസ്പെക്ടർ ഹയോ ടോക്കിയോയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ വീട് പരിശോധിക്കുന്ന സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ വാതിലിന്റെ ആ ഒരു പൂട്ടിടുന്ന ഭാഗം തകർന്ന് താഴെ വീണെടുക്കാണ്. അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് ചെന്ന് നോക്കിയ സമയത്ത് ശരിക്കും ഇൻസ്പെക്ടർ ഹയോ ഞെട്ടിപ്പോവാണ്. നാറ്റം എന്ന് വെച്ചാൽ ഒടുക്കത്തെ നാറ്റം. ആ റൂമിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ആ മുറിയുടെ ചുമരിലൊക്കെ പല തവണ നഖം കൊണ്ട് മാന്തിയതിന്റെ പാടുകൾ കാണുകയാണ്. അതായത് ശരിക്കും ടോക്കിയെ അവളുടെ ചേച്ചി ഈ റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതൊരു ബാത്റൂമൊന്നും അല്ല. അതൊരു ബാത്റൂമായിട്ട് ജെസ്സിക്ക് തോന്നാൻ കാരണം ആ റൂമിൽ ഒരുപാട് നാൾ അവളെ പൂട്ടിയിട്ടത് കൊണ്ട് തന്നെ അവളുടെ നമ്പർ 1ഉം 2ഉം എല്ലാം ഈ റൂമിൽ തന്നെയാണ്. അതായത് കുറച്ചൊന്നുമല്ല ടോക്കിയോ അവളുടെ ചേച്ചി ഇതുപോലെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചത്. പക്ഷെ എന്തിനാണ് അത് എന്നറിയില്ല. സോ ഈ കാര്യം കണ്ടതോട് കൂടിയിട്ട് ഇൻസ്പെക്ടർ ഹയോവിന് ടോക്കിയോയുടെ മേലുള്ള സംശയം പോവാണ് കേട്ടോ. അതൊരു പാവം പെണ്ണാന്ന് മനസ്സിലായി. അവളിപ്പോ സ്റ്റേഷനിലേക്ക് കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അവളെ തൽക്കാലം വെറുതെ വിടുകയാണ്. പോകാൻ നേരത്തെ ടോക്കിയോട് ഹയോ ചോദിക്കുന്നുണ്ട്, അല്ല മോളെ നീ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ ടോക്കിയോ പറയണ, അത് പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്കാ പോകുന്നത്, ചിലപ്പോ ചേച്ചി തിരിച്ചു വന്നാലോ? അവള് തിരിച്ചു വരുമ്പോ ഞാനില്ലെങ്കിൽ അവള് പേടിക്കില്ലേ? അതായത് വളരെ നിഷ്കളങ്കമായിട്ട് യാതൊരു ഓർമ്മയില്ല ഈ പാവത്തിന്. ചേച്ചി ശരിക്കും എന്താണ് അവളോട് ചെയ്തതെന്നും അവൾക്ക് ഓർമ്മയില്ല. എന്നാൽ ആ മുറിയിൽ അവളെ പൂട്ടിയിട്ട കാര്യം പറയുമ്പോൾ അവൾ അറിയാതെ കരഞ്ഞു പോകുന്നുണ്ട്. എന്തായാലും അവൾ പോകുക എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ഈ ഒരു കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, അയാൾ അവളുടെ വീട്ടിൽ നിന്നും കുറച്ച് പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കോൺസ്റ്റബിൾ പറയണം, നീ എന്തായാലും പോകുകയല്ലേ, ഇതിൽ ഏതെങ്കിലും നിന്റെ തന്നെ ഒരു പുസ്തകം എടുത്ത് അതിൽ എനിക്കൊരു ഓട്ടോഗ്രാഫ് എഴുതി തരുമെന്ന് ചോദിക്കുകയാണ്. പിന്നീട് അതിൽ നിന്നും ടോക്കിയോ എഴുതിയിൽ വെച്ച് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എടുത്ത് അതിൽ എന്തോ ഒന്ന് എഴുതി കൊടുത്ത് അവൾ അവിടെ നിന്ന് പോവാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഈ ഒരു ഹയോ വന്നിട്ട് ചോദിക്കുകയാണ്, കോൺസ്റ്റബിളെ നീ ഇപ്പൊ ആ ഒരു പുസ്തകം മുഴുവനായിട്ട് വായിക്കുമല്ലേ? ഇപ്പൊ കോൺസ്റ്റബിൾ പറയണ, ആ പുസ്തകം മുഴുവനായിട്ട് വായിക്കാനുള്ള നേരം എനിക്കില്ല, ഞാൻ എന്തായാലും ഇതിന്റെ സമ്മറി ഒന്ന് വായിച്ചു നോക്കുകയാണ്. സമ്മറിയുടെ അവസാനം കഥയുടെ കഥാനായകി മരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ എന്തോ ഒരു പന്തികേട് തോന്നിയ ഇൻസ്പെക്ടർ ഹയോ നോക്കുമ്പോൾ ഇവരുടെ കാറിന്റെ ചാവിയിൽ ഒരെണ്ണം അവിടെ നിന്ന് മിസ്സിംഗ് ആണ്. വേഗം തന്നെ ഇൻസ്പെക്ടർ ഹയോ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഇവർ രണ്ടുപേരും പുറത്തേക്ക് വന്നു നോക്കുമ്പോൾ ഇവരുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറ് അതവിടെ കാണാനില്ല. മിക്കവാറും ടോക്കിയോ തന്നെയായിരിക്കണം അതെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവുക. ഇപ്പൊ ഇൻസ്പെക്ടർ ഹയോ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്, അല്ലടാ ആ കഥയിൽ അവസാനം കഥയുടെ നായിക എങ്ങനെയാണ് മരിക്കുന്നത്? ഇപ്പൊ കോൺസ്റ്റബിൾ പറയണത്, അത് പിന്നെ ഒരു വാഹനം ഓടിച്ചു ചെന്ന് അത് കൊക്കയിലേക്ക് മറിച്ചിട്ടാണ്. ഇൻസ്പെക്ടർ ഹയോന് അപ്പൊ തന്നെ മനസ്സിലായി എന്തിനാണ് പോലീസിന്റെ കാർ എടുത്തുകൊണ്ട് അവൾ ഇവിടുന്ന് പോയെന്ന്. ഇവിടെ തന്നെ വലിയൊരു അപകടം പിടിച്ച ഒരു സൂയിസൈഡൽ പോയിന്റ് ഉണ്ട്. വേഗം തന്നെ ഇവർ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ വിചാരിച്ചതുപോലെ തന്നെ കാർ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ആ കാണുന്ന വലിയ കുന്നിന്റെ ചെരുവിലായിട്ട് ടോക്കിയോ അങ്ങനെ നിൽക്കുകയാണ്. ചാടാൻ വേണ്ടി തന്നെ, മരിക്കാൻ വേണ്ടി തന്നെ. ഇപ്പോ ഇൻസ്പെക്ടർ ഹയോനൊരു കാര്യം മനസ്സിലായി, ഒരു പരിധി വരെ അവളുടെ ചേച്ചി അവളോട് ചെയ്ത ക്രൂരതകൾ അതൊക്കെ അവൾക്ക് ഓർമ്മയുണ്ട്. ഇനി ജീവിതത്തിൽ ആരും അവൾക്കില്ല എന്ന ഒരു മാനസികമായ വിഷമം, ഏകാന്തത, ആ ഒരു പേടി, ഇതെല്ലാം കാരണം അവൾ മരിക്കാൻ നിൽക്കുകയാണ്. എന്നാൽ ഹയോ പറയണ, ടോക്കിയോ നീ ചെയ്യരുത്, നിന്റെ ചേച്ചി നിന്നെ എത്രത്തോളം പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ അതിനേക്കാൾ കൂടുതൽ പീഡനം അനുഭവിച്ച ആളാണ് ഞാൻ എന്ന് കരുതി ഞാൻ മരിച്ചോ? ഇല്ല, ഞാൻ ഫൈറ്റ് ചെയ്തു. അന്ന് സ്റ്റേഷന് മുന്നിൽ കണ്ട ആ കുടിയനുണ്ടല്ലോ, അതാണ് എന്റെ തന്ത. ആ മനുഷ്യനെ നരകം കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ തോറ്റു കൊടുത്തില്ല ടോക്കിയോ, ഞാൻ അതിജീവിച്ചു, ജീവിച്ച് കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ നീയും കാണിച്ചു കൊടുക്കണം. ഇതും പറഞ്ഞ് ഓടിച്ചെന്ന് ഇൻസ്പെക്ടർ ഹയോ ടോക്കിയോ കെട്ടിപ്പിടിക്കുകയാണ്. ടോക്കിയോയും ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇവിടെ വെച്ചാണ് നമ്മുടെ ഇൻസ്പെക്ടർ ഹയോ ഒരു കാര്യം കണ്ട് ഞെട്ടുന്നത്. താഴെ ഓൾറെഡി ഒരു കാറ് മറിഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ മഞ്ഞത്ത് മൂടിക്കിടക്കുന്ന ഒരു മൃതദേഹവും കണ്ടു. ആ മൃതദേഹം അത് മറ്റാരുടേതായിരുന്നില്ല, ടോക്കിയോയുടെ കാണാതായ ആ ചേച്ചി ഉണ്ടല്ലോ ഐറ, അവളുടേതായിരുന്നു. എന്തൊക്കെയായി നടക്കുന്നേ? എന്തൊക്കെയായി ഈ കൊച്ചു മലയുടെ താഴ്വാരത്തിൽ നടക്കുന്നേ? അധികം വൈകാതെ പോലീസിന്റെ വലിയൊരു ടീം അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവർ പരിശോധിച്ചപ്പോൾ നിയന്ത്രണം വിട്ടാണ് ഈ കാറ് താഴേക്ക് പോയിരിക്കുന്നത്. അങ്ങനെയാണ് ഐറ മരിച്ചത്.
മരിച്ചത്. അതുപോലെ തന്നെ അവിടെ വെച്ച് അവർക്കൊരു ഡയറിയും കിട്ടുന്നുണ്ട്. ആ ഡയറിയിൽ എഴുതി വെച്ച ഒരു ലൊക്കേഷൻ, അതിൽ എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയ പോലീസുകാർ ആ ലൊക്കേഷൻ നന്നായിട്ട് പരിശോധിച്ച സമയത്ത് ദാണ്ടെ കിടക്കുന്ന അടുത്ത ട്വിസ്റ്റ്, ഒരു പെൺകുട്ടിയുടെ മൃതദേഹം അവർക്ക് കിട്ടുകയാണ്. ഏതാണ് ഈ പെൺകുട്ടി എന്ന് നോക്കുകയാണെങ്കിൽ ജാക്സൺ എന്തിനാണ് ജയിലിൽ പോയത്? ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ ഇസുവാൻ എന്നൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയതിന്റെ പേരിലല്ലേ തട്ടിക്കൊണ്ടുപോയി. പക്ഷെ അവള് പോലീസുകാർ രക്ഷപ്പെടുത്തി. എന്നാൽ കഴിഞ്ഞ മാസം ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ പാട് തന്നെ അവൻ വീണ്ടും ചെയ്തത് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകലാണ്. തട്ടിക്കൊണ്ടുപോയി കൊന്നു കുഴിച്ചു മൂടിയ സ്ഥലമായിരുന്നു അത്. അതായത് അവൻ അന്ന് തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞ ഇസുവാന്റെ ബോഡിയാണ് ഇവർക്ക് കിട്ടിയത്. അതുപോലെ മറ്റൊരു സത്യം കൂടെ ഇവരിവിടെ വെച്ച് കണ്ടുപിടിക്കുകയാണ്. ഈ ഇസുവാൻ ഉണ്ടല്ലോ, അവളുടെ അടുത്ത കൂട്ടുകാരിയായിരുന്നു ജെസി. ഇസുവാനെ കാണാതായതിനു ശേഷം ജെസി അവളെ തേടി അങ്ങനെ നടക്കുകയായിരുന്നു. പല ലൂപ്പ് ഹോളും കണ്ടുപിടിച്ച് അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അത് ജാക്സന് പണിയാകുമെന്ന് കരുതിയിട്ടാണ് ജാക്സൺ ജെസിയെ തട്ടിക്കൊണ്ടുപോയത്, തെളിവുകൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ രഹസ്യങ്ങളും സത്യങ്ങളും മനസ്സിലായല്ലോ. ഇപ്പൊ ഇൻസ്പെക്ടർ ഹയു ചെന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ജെസിയോട് കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് നീ തേടിക്കൊണ്ടിരിക്കുന്ന നിന്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഇസുവാൻ മരണപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ട് ജെസി തേങ്ങി തേങ്ങി കരയാണ്. ഇപ്പൊ ജെസിയോട് ഹയു ഒരു കാര്യം പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മരണം കൺമുന്നിൽ കണ്ട് തിരിച്ചു വന്നവളാണ് നീ, അതുകൊണ്ട് തൽക്കാലം ആ ഒരു ആശ്വാസത്തിലെങ്കിലും ജീവിച്ചു. ഞാൻ എന്തായാലും ഇവിടുന്ന് പോകുകയാണ് മോളെ. ഇതും പറഞ്ഞ് ഇൻസ്പെക്ടർ ഹയു നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അവരവിടുന്ന് പോകാൻ നോക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ നിന്ന് നേരത്തെ തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട് വിത്ത് പ്രൊമോഷൻ. എന്നാൽ അവളുടെ അച്ഛൻ ഇവിടെ ആയതുകൊണ്ട് പോവാതിരിക്കുകയായിരുന്നു ഹയു. എന്നാൽ ഇപ്പൊ പോവാൻ തന്നെ അവൾ തീരുമാനിച്ചു. പോകുന്നതിന് മുന്നേ തന്നെ തെമ്മാടിയായിട്ടുള്ള അവളുടെ അച്ഛന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണം, അച്ഛാ ഞാൻ എന്തായാലും ഇവിടുന്ന് പോവുകയാണ്, എന്തായാലും കുറച്ചുനാള് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുക, എന്നാലേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. ഇതിനുശേഷം ഒറ്റയ്ക്കിരിക്കുന്ന നമ്മുടെ ടോക്കിയെ കാണിക്കുകയാണ്. അവിടെ ഇപ്പോൾ അവളുടെ ചേച്ചി ഐറയുടെ മരണാനന്തര ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ജെസി വരുന്നുണ്ട്. ജെസി വന്നിട്ട് ടോക്കിയോട് ഒരു കാര്യം ചോദിക്കുകയാണ്, ടോക്കിയോ എല്ലാം തീർന്നു എന്ന് നീ കരുതുന്നുണ്ടോ? അതുപോലെ തന്നെ പ്രേക്ഷകരെ നിങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്, ഈ കഥ കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ തെറ്റി കേട്ടോ, കഥ ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഭ്രാന്തനായിട്ടുള്ള സൈക്കോ ആയിട്ടുള്ള ഈ ജാക്സനെ അവനെ തട്ടിക്കൊണ്ടുപോയത് ജെസിയാണ്, അല്ലാതെ ജെസിയെ അല്ല അവൻ തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോയത് മാത്രമല്ല ജെസി ചെയ്തത്, അവനെ കെട്ടിയിട്ട് വായ പ്ലാസ്റ്റർ വെച്ച് മൂടി ഈ ബേസ്ബോൾ ബാറ്റിലെ നല്ല കനായിരിക്കും ഇത് വെച്ച് അവനെ അറഞ്ചം പുറഞ്ചിട്ട് പൊട്ടിച്ചു. അടിയെന്നൊക്കെ പറഞ്ഞ കണ്ണെന്ന് പൊന്നീച്ച പാർന്ന അടിയാണ്. അടി കൊണ്ട് അവൻ അലറി കരഞ്ഞു. എന്തിനാ ഈ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങി 1 മാസം കഴിഞ്ഞപ്പോൾ ഈ ജെസിയുടെ കൂട്ടുകാരി ഇസുവാനെ കാണാതായി. അവൾ എവിടെയാണെന്ന് ചോദിച്ചിട്ടാണ് ജെസി ഇപ്പോൾ ഈ ജാക്സനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നത്. അങ്ങനെ അടി കൊണ്ട് അവശനായി അവൻ അവസാനം പറയാന്ന് പറഞ്ഞു. അങ്ങനെ അവന്റെ കാറിലേക്ക് തന്നെ അവനെ കയറ്റിയിട്ട് അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് ജെസി ഇപ്പൊ ആ ഒരു കാർ ഓടിച്ചു പോവാണ്. പെട്ടെന്നാണ് കാറിന്റെ ടയർ പഞ്ചർ ആവുന്നതും ഒരു മരത്തിൽ ചെന്ന് കാർ ഇടിക്കുന്നതും. ആ ഒരു അപകടത്തിൽ ചെറുതായിട്ട് ജെസിയുടെ തലയ്ക്ക് പരിക്കേൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെ ഒരു വീട് കണ്ട് അവൾ സഹായം ചോദിക്കാനായിട്ട് നേരെ ആ ഒരു വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ ആ വീടിന്റെ പുറംഭാഗത്ത് നിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ ആരും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ജെസി ആ വീടിന്റെ ലോക്ക് തല്ലി പൊളിച്ച് ഉള്ളിലേക്ക് കയറിയപ്പോഴേക്കും ബോധം കെട്ട് താഴെ വീഴുകയാണ്. അതായത് അവളുടെ തലക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോധം പോയി താഴേക്ക് വീണ ജെസി പിന്നീട് കണ്ണു തുറക്കുമ്പോൾ അവളുടെ തൊട്ടടുത്ത് തന്നെ ടോക്കിയോ ഉണ്ടായിരുന്നു. അവളുടെ മുറിവെല്ലാം ടോക്കിയോ വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ജെസി ചോദിക്കുകയാണ്, നിനക്ക് എന്നൊന്ന് സഹായിക്കാൻ കഴിയോ? എന്റെ കാറിന്റെ ടയർ പഞ്ചറായി പോയി, അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നന്നായിരുന്നു. ഇപ്പൊ ടോക്കിയോ പറയാണ്, ഹെൽപ്പ് ചെയ്യാം, പക്ഷേ നീ വീടും പോകുമ്പോൾ എന്നെ കൊണ്ടുപോകണം എന്ന് പറയണം. ഇത് കേട്ടൊന്ന് ജെസി പറയാണ്, എനിക്കങ്ങനെ നിന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്, അതുകൊണ്ട് ആ സഹായം മാത്രം നീ ചോദിക്കരുതെന്ന് ഇപ്പൊ ടോക്കിയോട് ജെസി പറഞ്ഞു. എന്നാൽ ടോക്കിയോ പറയുന്നത്, ജെസി നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ കണ്ടതാണ് നിന്റെ കാറിന്റെ ഡിക്കിയിലുള്ള ആ മനുഷ്യനെ. എന്നാൽ നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് വേണ്ടത് ഇവിടുന്ന് രക്ഷപ്പെടലാണ്. എന്നെ സഹായിച്ചാൽ ഞാൻ നിന്നെ തിരിച്ചും സഹായിക്കാന്ന് പറയണം. ഇത് കേട്ട് ഒന്ന് ഞെട്ടിയ ജെസി അവസാനം സമ്മതിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും പിന്നീട് പഞ്ചറായ കാറിന്റെ ടയർ നന്നാക്കുകയാണ്. ആ സമയത്ത് ടയറിന്റെ ഉള്ളിൽ കയറിയ ആ ഒരു വലിയ ആണിയുണ്ടല്ലോ, അത് ടോക്കിയോ വലിച്ചു ഊരിയെടുക്കുന്നുണ്ട്. വലിയൊരു ആണിയായിരുന്നു അത്. പിന്നീട് ടയർ ശരിയാക്കി ഇതിനു ശേഷം ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് രണ്ടുപേരും തീരുമാനിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ടോക്കിയോയുടെ വീട്ടിലേക്ക് വന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെസി ചുറ്റും നോക്കുമ്പോൾ ഒറ്റൊരാളല്ല ഇവിടെ താമസിക്കുന്നത്, 2 പേർ താമസിക്കുന്ന സ്ഥലമാണ് ഇതെന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ജെസി ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഇത്രത്തോളം വാശി പിടിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? ആ സമയത്താണ് ടോക്കിയോ അവളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ജെസിയോട് പറയുന്നത്. ടോക്കിയോയുടെയും ഐറയുടെയും അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ മരിച്ചതിന് ശേഷം ടോക്കിയോയ്ക്ക് ഭ്രാന്തായി എന്നാണല്ലോ അവളുടെ ചേച്ചി ഐറ എല്ലാവരോടും പറഞ്ഞത്. എന്നാൽ അങ്ങനെ യാതൊരു കുഴപ്പവും ടോക്കിയോക്കില്ല. അവൾ വളരെ നോർമലാണ്. അവൾ ഒരു ഭ്രാന്തിയായി ചിത്രീകരിച്ചത് തന്നെ ഐറയാണ്. മെന്റൽ പേഷ്യന്റ് ആണെന്ന് പറഞ്ഞ് അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തതും അവൾ ആത്മഹത്യ ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ വരകൾ ഇട്ട് കൊടുത്തതും എല്ലാം അവളുടെ ചേച്ചിയാണ്. മാത്രമല്ല പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വളരെ ക്രൂരമായിട്ട് അവളെ ടോർച്ചർ ചെയ്യായിരുന്നു. എന്തിനാണെന്നല്ലേ? 2 കാര്യത്തിന്. ഒന്നാമത്തെ കാര്യം, ഇവർക്ക് 2 പേർക്കുമായിട്ടുണ്ടായിരുന്ന ആ ഒരു കുടുംബസ്വത്ത് അത് ഒറ്റയ്ക്ക് ഐറയ്ക്ക് കിട്ടണം. അതുപോലെ രണ്ടാമത്തെ കാര്യം,
ഈ ടോക്കിയോ നന്നായിട്ട് പുസ്തകം എഴുതുമല്ലോ, അത് വിറ്റ് നല്ലൊരു എമൗണ്ട് അവളുടെ അക്കൗണ്ടിലുണ്ട്, ആ എമൗണ്ട് കൂടെ അടിച്ചു മാറ്റണം. ഇതിനു വേണ്ടിയിട്ടാണ് ഐറ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. എന്തായാലും ചേച്ചിയുടെ കയ്യിൽപ്പെട്ട് നരകിക്കുകയായിരുന്നു ടോക്കിയോ. ആ സമയത്താണ് ജെസ്സി ഇങ്ങോട്ടേക്ക് വരുന്നതും അവളെയും കൂടെ രക്ഷപ്പെടുത്തുമോ എന്ന് ചോദിക്കുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐറ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ഐറയ്ക്ക് ഇവർ തമ്മിൽ എന്താ സംസാരിച്ചതെന്നൊന്നും അറിയില്ലല്ലോ. ജെസ്സിയെ കണ്ടപ്പോൾ നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ജെസ്സി പറയാണ്. കാർ അപകടത്തിൽപ്പെട്ടു, നല്ല പരിക്കുണ്ട്, അതുകൊണ്ട് ഇന്നൊരു ദിവസം ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ഐറ അതിന് സമ്മതിച്ചു. ടോക്കിയോയും ആ സമയത്ത് ഒന്നും മിണ്ടിയില്ല കേട്ടോ. അങ്ങനെ രാത്രിയായ സമയത്ത് അവരുടെ ചേച്ചി അറിയാതെ ടോക്കിയോയും അതുപോലെ തന്നെ ജെസ്സിയും കൂടെ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി. എന്നാൽ എന്തോ സംശയം തോന്നിയ ഐറ ഇത് കണ്ടുപിടിക്കുകയാണ്. ഐറ അപ്പൊ തന്നെ ജെസ്സിയെ പിടിക്കുകയാണ്. ആഹാ, എന്റെ അനിയത്തിയും കൊണ്ട് രക്ഷപ്പെടാന്ന് കരുതിയോ, നാട്ടക്കൊല്ല മോളെ, ഇതും പറഞ്ഞ് അവരെ തല്ലാൻ നോക്കുകയാണ്. ഇതിനിടയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ടോക്കിയോ ജെസ്സി കൊണ്ടുവന്ന ആ ഒരു കാർ ഉണ്ടല്ലോ, ശരിക്കും ആ കാർ ജാക്സന്റെ ആണ്. അപ്പൊ ആ ഒരു കാറിൽ പോയിട്ട് എന്തൊക്കെയോ ചെയ്ത സമയത്ത് ഡിക്കി അറിയാതെ തുറന്നു പോണ്. ഈ സമയത്ത് കുറെ നേരമായിട്ട് ആ ഡിക്കിയിൽ ശ്വാസം കിട്ടാതെ കിടന്നിരുന്ന ജാക്സൺ പുറത്തേക്ക് ചാടി ഇറങ്ങാണ്. പുറത്ത് നല്ല ഇരുട്ടാണ്, അതുകൊണ്ട് ആരൊക്കെയാണ് ഇവനെ തട്ടിക്കൊണ്ടുവന്നേ എന്നൊന്നും അവന് വലിയ ധാരണയില്ല. അവൻ എങ്ങോട്ടേക്ക് ഓടിയ അവസാനം ഇപ്പൊ ഐറയുടെ മുന്നിലെത്തുകയാണ്. അവളും ഇവനെ തട്ടിക്കൊണ്ടുവന്നതാണെന്ന് കരുതിയിട്ട് ജാക്സൺ ഇപ്പോ ഐറയെ മർദ്ദിക്കാൻ നോക്കുക. ഈ ഒരു ഗ്യാപ്പില് നമ്മുടെ ജെസ്സിയും അതുപോലെ തന്നെ ടോക്കിയും കൂടെ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇതിനിടയിൽ ജെസ്സി ഒരു കാര്യം കണ്ടു. അതായത് ഈ ജാക്സന്റെ തലക്കിട്ട് ഐറ ഒരു കല്ല് വെച്ച ഒരൊറ്റ അടിയാണ്. ജാക്സനെ അവിടെ മരിക്കാൻ വിട്ട് പോവാൻ ജെസ്സിക്ക് മനസ്സ് വന്നില്ല. കാരണം അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവൻ ജീവനോടെ ഉണ്ടെങ്കിലേ അവളുടെ കൂട്ടുകാരി ഇസുവാനെ എവിടെയാണ് അവൻ കുഴിച്ചിട്ടത് എന്ന് അവൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ടോക്കിയോ പറയുന്നത് കേൾക്കാതെ വണ്ടി നിർത്തി ജെസ്സി വേഗം തന്നെ ഈ ജാക്സന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനോട് ചോദിക്കാൻ നിൽക്കുമ്പോഴേക്കും അവൻ മരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേ നേരം തന്നെ അവന്റെ അടി കൊണ്ട് വീണ് കിടക്കുന്ന ഐറയോട് ചോദിക്കാണ്, അവസാനം നിന്നോടെങ്കിലും അവൻ പറഞ്ഞോടി എന്റെ കൂട്ടുകാരി എവിടെയാ കുഴിച്ചു മൂടിയെന്ന് എന്നിങ്ങനെ ഐറയോട് ചോദിക്കുമ്പോൾ ഐറ എന്താക്കി കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി വെച്ച് ഒന്നും നോക്കിയില്ല ജെസ്സിക്കിട്ട് 2 കുത്തു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഐറ അപ്പൊ തന്നെ അവിടെ കുഴഞ്ഞ് വീഴുന്നുണ്ട്. അതായത് ജാക്സൺ മരിക്കുന്നതിന് മുന്നേ തന്നെ ഇവർ രണ്ടുപേരുണ്ടായിരുന്ന ആ ഒരു ഫൈറ്റിൽ ഐറയ്ക്ക് നന്നായിട്ട് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ഇപ്പൊ ഐറ മരിച്ചത്. വേഗം തന്നെ ടോക്കിയോ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. മരിച്ചു കിടക്കുന്ന ചേച്ചിയെ കണ്ട സമയത്ത് ഒരു മരവിച്ച അവസ്ഥയായിരുന്നു ടോക്കിയോയ്ക്ക്. ഇപ്പൊ ടോക്കിയോ ജെസ്സിയോട് പറയണ, വാ ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാന്ന് പറയാണ്. എന്നാൽ ജെസ്സി പറയാണ്, എന്നെ കൊണ്ട് വരാൻ പറ്റില്ല, എന്റെ ഇസുവാൻ അവൾ എവിടെയാണെന്ന് അറിയാതെ ഞാൻ വരില്ല എന്ന് പറയാണ്. ഇവിടെ വെച്ചാണ് ടോക്കിയോ മറ്റൊരു കാര്യം പറയേണ്ടത്. നിന്റെ കൂട്ടുകാരി അവൾ എവിടെയാ കുഴിച്ചിട്ടേന്നല്ലേ നിനക്ക് അറിയേണ്ടത്, അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം എന്ന് പറയാണ്. ടോക്കിയോ പറഞ്ഞ ഡീലിന് ജെസ്സി ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ ഇവർ ആദ്യം ചെയ്യുന്നത് ജാക്സന്റെ മൃതദേഹം കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഈ മഞ്ഞിനടിയിൽ പൂഴ്ത്തി വെക്കുകയാണ്. അതുപോലെ തന്നെ മരിച്ചുപോയ അവളുടെ ചേച്ചി ഉണ്ടല്ലോ ഐറയെയും അവളുടെ കാറിനെയും ആ കൊക്കയിലേക്ക് രണ്ടുപേരും കൂടെ കൊണ്ടുപോയി തള്ളിയിടുകയാണ്. എന്നിട്ട് അതിനുശേഷം ഇവർ രണ്ടുപേരും നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ബോധം വന്ന സമയത്ത് ജെസ്സി എന്താണോ ടോക്കിയോ പറഞ്ഞു കൊടുത്തത് ആ കാര്യങ്ങൾ കഥയായിട്ട് പോലീസിനോട് പറയാണ്. അതുപോലെ തന്നെ ടോക്കിയോ മറ്റൊരു കഥയും പറയാണ്. പോലീസിനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കഥ, ഇങ്ങനെയൊരു നാടകം ഇവരുണ്ടാക്കിയത്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. നമ്മുടെ ടോക്കിയോയുടെ ചേച്ചി ഐറയുടെ സംസ്കാര ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ടോക്കിയോ അതുപോലെ തന്നെ ജെസ്സി ഒറ്റയ്ക്കാണ്. ഇപ്പൊ ജെസ്സി ചോദിക്കുകയാണ്, നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, എന്റെ ഇസുവാൻ അവൾ എവിടെയാണെന്ന് നീ കാണിച്ചു തരുമെന്ന്, ഇനി അതിനുള്ള ഉത്തരം എനിക്ക് വേണമെന്ന് പറയണം. ഈ സമയത്താണ് ടോക്കിയോ മറ്റൊരു കഥ പറയുന്നത്. അതായത് ടോക്കിയോ പല തവണ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ദിവസം അവൾ ഇവിടുന്ന് പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ഒരു കാറ് വരുന്നതായിട്ട് അവൾ കണ്ടു. ഒരു വെള്ള കാർ. ഈ ഭാഗത്തേക്ക് അങ്ങനെ അധികാരം വരാറില്ല. അങ്ങനെ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അവൾ വേഗം തന്നെ ആ വെള്ളക്കാറിന്റെ പിന്നാലെ ചെന്നു. അയാളെ ഫോളോ ചെയ്ത് പോയ സമയത്ത് ഇപ്പൊ ടോക്കിയോ ഒരു കാര്യം കണ്ടു. ഇയാൾ വന്ന കാറിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ മൃതദേഹം പുറത്തേക്ക് എടുത്ത് അവിടെ കുഴിച്ചു മൂടുകയാണ്. അയാളുടെ മുഖം ഞാൻ വ്യക്തമായി കണ്ടിട്ടില്ലെങ്കിലും അയാളുടെ കഴുത്തിലുണ്ടായിരുന്ന ടാറ്റു അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി അയാളുമായി ഉണ്ടായിരുന്ന ഫൈറ്റിൽ അയാളുടെ കഴുത്തിൽ വീണ്ടും ആ ഒരു ടാറ്റു കണ്ടപ്പോഴാണ് ഞാൻ അന്ന് കണ്ട ആ ഒരു കൊലയാളി തന്നെയാണ് നീ ഈ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഇസുവാനെ അവൻ എവിടെയാ കുഴിച്ചിട്ടേന്ന് എനിക്ക് ശരിക്കും മനസ്സിലായത്. ആ സ്ഥലം പിന്നീട് ജെസ്സിക്ക് ടോക്കിയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ടോക്കിയോ ജെസ്സിയോട് നന്ദി പറയണം, എന്തായാലും നീ അങ്ങോട്ടേക്ക് വന്നത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന്. അപ്പൊ ജെസ്സി പറയുന്നുണ്ട്, ഇതിനൊക്കെ കാരണക്കാരൻ ആ ആണിയാണ്. ആ ആണി എന്റെ ടയറിൽ കയറിയത് കൊണ്ടാണല്ലോ ടയർ പഞ്ചർ ആയതും പിന്നെ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നതും നീ രക്ഷപ്പെട്ടതും. അപ്പൊ ആണിയോട് നന്ദി പറഞ്ഞാൽ മതി എന്ന് പറയണം. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഇവിടെ നിന്നും പോയ നമ്മുടെ ഇൻസ്പെക്ടർ ഹയോയാണ്. ബസ് കാത്തിരിക്കുന്ന സമയത്ത് ഹയോ ടോക്കിയോ എഴുതിയ ആ ഒരു പുസ്തകം അതങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഇതിന്റെ അവസാനത്തിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നു. ഒരു മഞ്ഞ് മൂടിയ പ്രദേശത്തിൽ മഞ്ഞിൽ താഴ്ന്നു കിടക്കുന്ന ഒരു വെള്ളക്കാർ. ആ ചിത്രം കണ്ട സമയത്ത് പെട്ടെന്ന് തന്നെ ഹയോന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ മനസ്സിലായി. ഒന്നുകൂടെ ഹയോ ഓരോ കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്. ആ സമയത്താണ് ഹയോ ഒരു കാര്യം ഓർത്തെടുക്കുന്നത്. ആ ഡയറി കിട്ടിയത് കൊണ്ടാണല്ലോ എല്ലാ രഹസ്യവും ഇവര് മനസ്സിലാക്കിയത് എന്നാണല്ലോ വെപ്പ്. എന്നാൽ ആ ഡയറി കുറച്ചു ദിവസം ആ മഞ്ഞിൽ കിടന്നതിന്
മാറ്റത്തിന്റെ യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു. അപ്പ പുരിയലെ ഇപ്പ പുരിയത്. എന്താ മനസ്സിലായത്? അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസിന്റെ കാർ എടുത്തുകൊണ്ട് ഒരു ആത്മഹത്യാ ശ്രമം നമ്മുടെ ടോക്കിയോ നടത്തിയല്ലോ, അത് വെറും നാടകമായിരുന്നു, പോലീസുകാരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി. മാത്രല്ല ആ ഡയറി പോലീസുകാർ വരുന്നതിന്റെ കുറച്ചു മുന്നേ ടോക്കിയോ അങ്ങോട്ടേക്ക് ഇട്ടതായിരുന്നു. അതിലാണ് ഇസുവാനെ കുഴിച്ചിട്ട് ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത് ടോക്കിയോയുടെ വ്യക്തമായൊരു പദ്ധതിയായിരുന്നു. അതായത് സ്വന്തം ചേച്ചിയായിട്ടുള്ള ഐറയെ കൊന്നതും അതുപോലെ തന്നെ ആ ജാക്സനെ കൊന്നതും ടോക്കിയോ അതുപോലെ ജെസി ഇവര് രണ്ടുപേരും ചേർന്നാണ് ചെയ്തത് എന്നുള്ള ആ ഒരു രഹസ്യം ഇവിടെ വെച്ച് ഹയുന് മനസ്സിലായി. വേഗം തന്നെ നമ്മുടെ കോൺസ്റ്റബിളിനെ വിളിക്കാനായിട്ട് നിൽക്കുമ്പോൾ ഹയുവിനൊരു തോന്നല്, എന്തിനാ വിളിക്കുന്നത്? രണ്ടുപേരും ചാകേണ്ടവർ തന്നെ. ഒരുത്തൻ ഒരു പെൺകുട്ടിയെ കൊന്നു കുഴിച്ചു മൂടിയവൻ, ഒരു ഭ്രാന്തൻ. മറ്റേതും ഒരു സൈക്കോ തന്നെ. പണത്തിന് വേണ്ടി സ്വന്തം അനിയത്തിയെ ക്രൂരമായി ടോർച്ചർ ചെയ്ത് ഇത്രയും കാലം പീഡിപ്പിച്ചില്ലേ, അവൾക്കും വേണ്ട നീതി. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇൻസ്പെക്ടർ ഹയോ ആ കോള് ചെയ്യുന്നില്ല. അവർ ഈ രഹസ്യം അവരുടെ മനസ്സിൽ തന്നെ വെക്കുകയാണ്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ടോക്കിയോ അതുപോലെ തന്നെ ജെസിയാണ്. ജെസി ടോക്കിയോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോടെല്ലാം നന്ദി പറയേണ്ടത് ആ കാറിന്റെ ടയറിൽ കയറിയ ആണിയോടാണ് നന്ദി പറയേണ്ടതെന്ന്. ശരി, ആണിയോട് ഞാൻ നന്ദി പറയുന്നു. ഇതും പറഞ്ഞ് ടോക്കിയോ ഇപ്പോൾ ജെസിയോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. എന്നാൽ ഇത്രയും നേരം ഒരുപാട് ട്വിസ്റ്റുകൾ തന്ന് നമ്മളെ ഞെട്ടിച്ച ഈ കഥയുടെ അവസാനം ഇതാ കിടക്കുന്നു മറ്റൊരു ട്വിസ്റ്റ് കൂടെ. അതായത് ടോക്കിയോ അവളുടെ ആ ഒരു കാറിൽ കയറുന്നതിന് മുന്നേ തന്നെ ഒരു വലിയ ആണി എടുത്ത് താഴെ കിടുന്നുണ്ട്. അതായത് ആ ഒരു ആണി അവിടെ തനിയെ വന്നതല്ല, ആണി അവിടെ കൊണ്ടുവച്ചത് ടോക്കിയോ തന്നെയായിരുന്നു. എന്തിനാണെന്നല്ലേ? അതായത് ജാക്സൺ ആദ്യത്തെ തവണ അവിടെ വന്നു പോയ സമയത്ത് ടോക്കിയോയ്ക്ക് ഉറപ്പായിരുന്നു രണ്ടാമതും അവൻ വരാൻ സാധ്യതയുണ്ട്. ഒരു ക്രൈം ചെയ്ത് നടന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ രണ്ടാമത് അവൻ വരുന്ന സമയത്ത് അവന്റെ വണ്ടി ആക്സിഡന്റ് ആക്കിയിട്ട് ആ വണ്ടിയുമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ടോക്കിയോ ഉണ്ടാക്കിയ ഒരു പ്ലാൻ ആയിരുന്നു അത്രയും വലിയ ആണി വണ്ടി പോകുന്ന ആ ഒരു ഭാഗത്ത് തന്നെ വെച്ചത്. എന്തായാലും അവളുടെ ആ ഒരു പ്ലാന് കൊണ്ട് കറക്റ്റായിട്ട് അവൾക്ക് രക്ഷപ്പെടാനും കഴിഞ്ഞു. ഇനിയെങ്കിലും നമ്മുടെ ടോക്കിയോ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ. എന്തായാലും കഥ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും പറയണം കേട്ടോ. എന്നാൽ ഇതുപോലുള്ള കഥകൾ കൊണ്ടുവരാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും പറയണേ ഇതുപോലെയുള്ള കഥകൾ വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.